ഗൈസ്, ഇപ്പോൾ ഞാൻ ഓൾറെഡി ChatGPT-4 പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ChatGPT-4 ലോഞ്ച് ചെയ്യാനേക്കാളും മുമ്പ് ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ ഓവർവ്യൂ ആയിരുന്നു ആ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ഏകദേശം ഇപ്പോൾ 1K വ്യൂ ആവാറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോൾ കുറേ കമൻറ്റ്സ് ഇങ്ങനെയാണ്, ഈ ChatGPT-4 എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ChatGPT-4 എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, സിമ്പിൾ വീഡിയോ ആണ്. അപ്പം ഈ ChatGPT-4 പറ്റി പറഞ്ഞാൽ അതൊരു പെയ്ഡ് സർവീസാണ്. അപ്പം ഈ ChatGPT-4 ഫീച്ചേഴ്സും കാര്യങ്ങളും ആ ഒരു വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1-2 ഫീച്ചേഴ്സ് ഞാൻ അവിടെ പറയാം. ChatGPT-4 ഏറ്റവും അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ആ ഒരു ChatGPT-4 വെച്ച് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആ ഒരു ഫീച്ചറാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ChatGPT-4. അപ്പം ChatGPT-4 നിങ്ങൾക്കിപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ChatGPTയുടെ ആ ഒരു സൈറ്റിൽ പോവുക, OpenAIയുടെ സൈറ്റിൽ പോയിട്ട് ട്രൈ ChatGPT കൊടുക്കുക. ഓക്കെ, ട്രൈ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ആ ChatGPTയുടെ വിൻഡോയിൽ വരും, അവിടെ വരിക. അപ്പോൾ ChatGPTയുടെ വിൻഡോ വന്നതിന് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ChatGPT Plus എന്ന് പറഞ്ഞൊരു സംഭവം. ഓക്കെ, അത് പെയ്ഡ് സർവീസാണ്. അത് ക്ലിക്ക് ചെയ്യുക, അതിലേതെങ്കിലും ഒരു പ്ലാൻ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. മെയിനായിട്ടും ആ ഒരു മേളിൽ നിങ്ങൾക്ക് ആ ഒരു ChatGPTയുടെ ഫീച്ചേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഏറ്റവും മേളിൽ. അവിടെ നമുക്ക് ChatGPT 3.5 ആയിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കാം. അത് ChatGPT-4 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ChatGPT-4 സുഖമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു പെയ്ഡ് സർവീസ് ആയതുകൊണ്ട് തന്നെ പലർക്കും ഇത് ഇറങ്ങിയോ ഇല്ലയോ എന്നൊരു ചെറിയ ഡൗട്ട് പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ChatGPTയുടെ കമ്പനിയുടെ പേരാണ് OpenAI. അപ്പോൾ OpenAI ആ ഒരു ChatGPT-4 APIs ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ API എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വിചാരിക്കുക. അപ്പം ChatGPTയുടെ ആ ഒരു ചാറ്റ് ബോട്ടും എൻ്റെ ആ ഒരു ആപ്ലിക്കേഷനായിട്ട് ഒരു സപ്പോർട്ട് പോലെ നമ്മൾ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു OpenAIയുടെ ആ ഒരു ChatGPTയുടെ API യൂസ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ ആപ്ലിക്കേഷനിൽ ChatGPTയുടെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതി തന്നെ ChatGPT-4ൻ്റെയും API അവൈലബിൾ ആണ്. അപ്പം ആ ഒരു API പല ഡെവലപ്പേഴ്സും പൈസ കൊടുത്ത് മേടിച്ചിട്ട് അവരുടെ ആ ഒരു പ്രോഡക്റ്റിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ് Aura.sh എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ChatGPT-4 ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു Aura.sh എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് അത് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മറ്റേ ChatGPT പോലെ തന്നെ ഒരു ചാറ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. താഴെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇമേജിൻ്റെ ബട്ടണും അതുപോലെ തന്നെ ആ ഒരു ഷെയർ ബട്ടൺ ഉണ്ടാവും. ഇമേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ജനറേറ്റ് വന്നതിന് തൊട്ടിപ്പുറത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് എന്ത് രീതിയിലുള്ള ഇമേജസ് ആണ് നമുക്ക് വേണ്ടത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ജനറേറ്റ് ചെയ്ത ഇമേജസ് ചിലതൊക്കെ ആക്യുറേറ്റ് ആണ്, പക്ഷേ ചിലതൊക്കെ ഇന്നാക്യുറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രോംപ്റ്റ് പോയിരിക്കും ആ ഒരു ഇമേജസ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് ചേർന്ന് നിങ്ങൾക്ക് ഈ ഒരു Aura.sh കൂടെ ChatGPT-4 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ChatGPT-4 ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് പെയ്ഡ് തന്നെ, അതായത് ChatGPT-4ൻ്റെ എക്സാക്റ്റ് സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ChatGPT Plus പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ChatGPT-4 യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും താഴെ കമൻറ്റ് ചെയ്യാം. ഇമേജ് ജനറേഷനെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് തന്നെയാണ് പറയാനുള്ള ഒരു ChatGPT-4 എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിമ്പിളായിട്ട് കാശ് മുടക്കാതെ ChatGPT-4 സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടിയും, ഈ Aura.shലെ ChatGPT-4 പവർഫുള്ളാണെന്ന് ചോദിച്ചാൽ പവർഫുള്ളാണ്. ഓക്കെ, പ്രോംപ്റ്റൊക്കെ കുഴപ്പമില്ല, എന്നാലും ഒരു പരിധി വരെ നമുക്ക് ആ വലിയ ഫീച്ചേഴ്സൊന്നും ഈ ഒരു ChatGPT-4 അതായത് ഈ Aura.shലുള്ള ആ ഒരു ഇൻറ്റഗ്രേഷനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കതെല്ലാം നമുക്ക് പ്യൂർ എക്സ്പീരിയൻസ്, ഇമേജ് ജനറേഷൻ്റെ ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT-4 ആ ഒരു ChatGPT Plus എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രം പറ്റുള്ളൂ. ഓക്കെ, അത് ഇപ്പോൾ തന്നെ ഓർമ്മിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അതങ്ങനെയാണെങ്കിൽ ഈ Aura.sh ആയിരിക്കും ബെസ്റ്റ്. പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതും ഈ ഒരു ഫ്രീ വേർഷനിലും നല്ല വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അത് മനസ്സിലാക്കുക ഫസ്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോക്ക് തന്നെ പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട്.